ഞാൻ ദേ ഈ മോളെ പ്രസവിച്ചപ്പോ അവള് വളരെ കുഞ്ഞായിരുന്നു. ചോട്ടാ ഭീം. നിങ്ങൾക്കറിയോ, ഇവളെ ഞാൻ തൊട്ടിലിക്കെടുത്തി ഉറക്കിയിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് മാറിയാൽ അപ്പ മേന്ന് പറഞ്ഞ് കരയുമായിരുന്നു. പിന്നതെ ഇങ്ങനെ മോന്ത കണ്ട അപ്പം മൂത്രമൊഴിക്കും. ആ 2 ശീലങ്ങൾ മാത്രമേ എന്റെ ബേബിക്കുള്ളൂ. അതാ എനിക്ക് അറിയാന്നുള്ളത്. ഞാൻ ചോദിച്ചത് അതല്ല, ഐശ്വര്യയുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാ. അമ്മേ, അത് ഞാൻ അമ്മയോട് പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മ തന്നെയാ. എന്റെ അമ്മ പറയുന്നതിനപ്പുറം ഞാനൊന്നും ചെയ്യുകയില്ല, ചെയ്തിട്ടുമില്ല. എന്നെ എന്റെ കൂടെ നിന്ന് വളർത്തിയത് എന്റെ അമ്മ തന്നെയാ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പിടിവാശിയോ ആവശ്യമില്ലാത്ത ദേഷ്യമോ എനിക്കില്ല. എല്ലാരും എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാ ഞാനും. എനിക്കായിട്ട് പ്രത്യേകിച്ചൊരു ലൈഫ് സ്റ്റൈൽ ഇല്ലെന്ന് വേണം പറയാൻ. മോളിപ്പം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം മോളുടെ അമ്മയുടെ ക്വാളിറ്റി. അച്ഛൻ എത്ര പാവമായാലും അമ്മമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാ മക്കള് വളരേണ്ടത്. അമ്മമാര് വളർത്തുന്ന മക്കൾക്ക് പ്രത്യേകതകൾ കൂടുതലാ. മോൾക്കും ആ പ്രത്യേകതകൾ ഉണ്ടാവണം. അല്ല, ഇയാൾക്ക് സമ്പത്തൊന്നും വേണ്ടേ? ഈ ലക്ഷ്മിക്ക് ഒരു അനീതി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ കെട്ടിച്ചെന്ന്. അതോ നിന്റെ മനസ്സിനകത്ത് വേറെ വല്ലതും കയറി കൂടിയാടെ? ഉണ്ടെങ്കി ഇപ്പൊ തന്നെ പറയടാ. എങ്കിൽ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ആലോചിക്കാം. അർജുനേട്ടന്റെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അത് നന്നായി. എനിക്ക് മുമ്പേ എന്നെ ഇവൻ ഓവർടേക്ക് ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്റെ കഴിഞ്ഞ ഉടൻ അവന്റെ. ഇവനെ നമുക്കേ നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കണം.